നമസ്കാരം. വീട്ടുകാരറിയാതെ പ്രസവം വരെ എങ്ങനെയാണ് പെൺകുട്ടികൾ അവിഹിത ഗർഭങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത്, അതിനു വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന മാർഗങ്ങളും രീതികളെയും കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങളുടെ ആൺകുട്ടികളുടെ ജീവിതം ജയിലുകൾക്കുള്ളിൽ അടയ്ക്കപ്പെടാതിരിക്കാനും എല്ലാ ആളുകളും ഈ വീഡിയോ അവസാനം വരെയും കാണുക. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും തുടർന്ന് ഗർഭം ധരിക്കുകയും വീടുകളിൽ പ്രസവിക്കുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ന് നിരന്തരം പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ ഒരു വാർത്ത ഞാൻ പത്രത്തിൽ വായിക്കാനിടയായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബോധവൽക്കരണം എന്ന നിലയ്ക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ഗർഭങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട് ടീനേജ് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഗർഭധാരണങ്ങൾ. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഗർഭിണിയാകുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവരുടെ യൂട്രസിന്റെ വികാസമൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്താത്തത് കൊണ്ട് അവർക്ക് പുറത്തേക്കുള്ള വയറിന്റെ വളർച്ച വളരെ കുറവായിരിക്കും. കൂടുതലും ഉള്ളിലേക്കായിരിക്കും വളർച്ച വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ഗർഭിണിയാണോ അല്ലയോ എന്ന് പലപ്പോഴും വീട്ടുകാർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ വർഷങ്ങളിൽ സ്വാഭാവികമായിട്ടും അവരുടെ മെൻസസ് പീരീഡുകളൊക്കെ എല്ലാം ഇറഗുലർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പെൺകുട്ടി മറ്റു പല ബാഹ്യ പ്രേരണകൾ കാരണം അല്ലെങ്കിൽ സ്വന്തം കാമുകൻ അവരെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെല്ലാം കോംപ്രമൈസിന്റെ ഭാഗമായിട്ടൊക്കെല്ലാം അവർ ശാരീരിക ബന്ധങ്ങൾ ഏർപ്പെടുമ്പോൾ ഗർഭം ധരിക്കുമ്പോൾ പലപ്പോഴും തിരിച്ചറിയാനായിട്ട് വൈകും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അത് തിരിച്ചറിയുന്നത് 4-ാം മാസമോ 5-ാം മാസമോ ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആരുടെയും സഹായമില്ലാതെ തന്നെ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി അവർ വീട്ടുകളിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. പക്ഷേ 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കൽ ടെർമിനൻസ് ഓഫ് പ്രഗ്നൻസി ഒന്നും നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ടും ഇത് വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും ദുരന്തങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് അവർ പരമാവധി ഇത് മൂടി വയ്ക്കാനായിട്ട് ശ്രമിക്കും. അതിന് ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ ആഴ്ചയിൽ 1, 2, 3 ദിവസങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചറിയുന്നത്. എന്ത് തന്നെയായാലും സാധാരണ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി എത്തിച്ചേരുമ്പോൾ അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രഗ്നന്റ് ആയതിനു ശേഷം വീട്ടുകാരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് സ്ഥിരമായിട്ട് പാഡ് ഉപയോഗിക്കും. സ്വാഭാവികമായിട്ടും വീട്ടുകാർ ചോദിക്കും, ഈ മാസം മോളെ മെൻസസ് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാരെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പാഡ് വാങ്ങുകയും വെക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് വീട്ടിലുള്ള ആളുകൾ എന്താ വിചാരിക്കുക, പാഡ് വാങ്ങുന്നുണ്ട്, വെക്കുന്നുണ്ട്, കൃത്യമായിട്ടും ബ്ലീഡിങ്ങുകളൊക്കെ എല്ലാം ഉണ്ടാകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും ഒരു വീടുകളിലും പാരൻസ് ചോദിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിനെ പറ്റിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. രണ്ടാമതായിട്ട് ചെയ്യുന്നതാണ് ലൂസ് ഡ്രസ്സുകളൊക്കെ എല്ലാം. സ്വാഭാവികമായിട്ടും പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അവർക്ക് വയറിൻ്റെയൊക്കെ ചെറിയ വളർച്ചകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പുറത്തേക്കുള്ള വയറിനേക്കാളും കൂടുതൽ ഉൾവയറായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. അങ്ങനെ ഉൾവയർ ഉണ്ടാകുന്ന സമയത്ത് എക്സ്റ്റൻഷൻ എപ്പോഴും കുറവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഏതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടീനേജ് സമയത്ത് ഇങ്ങനെയൊക്കെല്ലാം വയറൊക്കെ ഉണ്ടാകുമ്പോൾ ആരും അത് ഗർഭമാണെന്ന് സംശയിക്കില്ല. പകരം എന്താ, വളർച്ച വരികയാണ്, ഹോർമോൺ ചേഞ്ചസ് വരികയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അല്ലേ, അധികം കളിയൊന്നുമില്ലല്ലോ, വീട്ടിനകത്ത് ഇരിക്കുന്ന സമയത്തായതുകൊണ്ട് കുട്ടി വണ്ണം വെച്ചത് വരുന്നതൊക്കെ ആയിരിക്കാം ആളുകൾ വിചാരിക്കുക. അല്ലെങ്കിൽ മെൻസസ് ഇറഗുലർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ വണ്ണം വെക്കില്ലോ, അതിൻ്റെ ഭാഗമായിട്ട് വണ്ണം വെച്ചതായിരിക്കും വിചാരിക്കുക. സോ ഇങ്ങനെയുള്ള കുട്ടികൾ കുറച്ച് കൂടുതൽ ലൂസുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക. അങ്ങനെ ലൂസുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വയറുണ്ടെങ്കിൽ പോലും പെട്ടെന്നത് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. മൂന്നാമതായിട്ട് ചെയ്യുന്നത് അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ അവർ മാറ്റങ്ങൾ വരുത്തും. സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ പകുതിയാക്കിയിട്ട് അവർ കുറയ്ക്കും. പറയുമ്പോൾ എന്താ പറയുക, വണ്ണം വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിശപ്പില്ല എന്നൊക്കെ എല്ലാം പറഞ്ഞ് മാക്സിമം അവർ എക്സ്ക്യൂസുകളൊക്കെ എല്ലാം നേടിയെടുത്തുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നു. ഭക്ഷണം കഴിക്കുന്നത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കുറയുന്നതിന് ഫലമായിട്ടാണ് അവർക്ക് ഭാരക്കുറവും വളർച്ചക്കുറവൊക്കെ എല്ലാം ഉണ്ടാകുന്നത്.
നാലാമതായിട്ട് അവർ ചെയ്യുന്നത് സാമൂഹിക കാര്യങ്ങളിൽ നിന്നൊക്കെല്ലാം ഉൾവലിയുന്നു. വിവാഹങ്ങൾക്ക് പോകുന്നതോ മരണാവശ്യങ്ങൾക്ക് പോകുന്നതോ മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി യാത്രകൾ പുറപ്പെടുന്ന സമയത്തൊക്കെല്ലാം സ്വാഭാവികമായിട്ടും ഞാനില്ല, എനിക്ക് തലവേദനയാണ്, എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്, പഠിക്കാനുണ്ട് എന്നൊക്കെല്ലാം പറഞ്ഞ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ സോഷ്യൽ ഇൻ്ററാക്ഷൻസും സോഷ്യൽ കമ്മ്യൂണിക്കേഷനുമുള്ള ഇവൻറ്റുകളിൽ നിന്നൊക്കെല്ലാം കുട്ടികൾ ഉൾവലിയുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഉൾവലിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അടുത്ത ടെക്നിക്കായിട്ട് അവർ ഉപയോഗിക്കുന്നത് എപ്പോഴും മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിക്കും. വീട്ടുകാരെന്ത് വിചാരിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എങ്ങനെ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നോക്കാം, എങ്ങനെ വീട്ടുകാരെ അറിയാതെ ഡെലിവറി നടക്കാം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ എല്ലാം യൂട്യൂബിൽ പല ലാംഗ്വേജിലും ലഭ്യമായതുകൊണ്ട് ഇതൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ കൂടുതൽ സമയം മൊബൈലിൽ ഉപയോഗിക്കുന്നത്. ദെൻ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോളെ ആ ഒരു കാര്യം ചെയ്യും, ഈ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലൊരു പണിയെടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പണിയെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ അറിയുമെന്ന് പേടിയുള്ളത് കൊണ്ട് അവർ അതിൽ നിന്നൊക്കെല്ലാം എക്സ്ക്യൂസസുകളൊക്കെ എല്ലാം നേടിയെടുത്ത് എനിക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അങ്ങനെ നോയൊക്കെ എല്ലാം പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് റൂമിനകത്തും കൂട്ടുകാരുമായിട്ട് ഇൻ്ററാക്ഷൻസ് ഒക്കെ എല്ലാം കുറച്ച് അങ്ങനെ നീക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും നമ്മുടെ നാടുകളിൽ ടീനേജ് പ്രഗ്നൻസി നടക്കുമ്പോൾ വീട്ടുകാരറിയാതെ ആ ഒരു പീരീഡ് അവർ ഒളിപ്പിച്ചു വെക്കുന്നത്. ഇനി നോർമൽ പ്രഗ്നൻസിയിൽ നമ്മൾ സാധാരണ പ്രഗ്നൻസി പീരീഡ് 9 മാസം 7 ദിവസമാണ്. പക്ഷേ ഇവിടെ അത്രയും കാലമൊന്നും നിൽക്കില്ല. കാരണം വളർച്ചക്കുറവും പോഷകാഹാരക്കുറവും മൂലമൊക്കെ എല്ലാം ഒപ്പം ഭാരക്കുറവുള്ളത് കൊണ്ട് 7 മാസം കഴിയുമ്പോഴേക്കും തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ പലപ്പോഴും ഡെലിവറി നടക്കുന്നതായിട്ടാണ് എൻ്റെ ഒബ്സർവേഷൻസ്. സോ നിങ്ങളുടെ മക്കളുകൾ ജയിലിൽ പോകാതിരിക്കാനോ വലിയ ചോദ്യചിഹ്നങ്ങളാകാതിരിക്കാനും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ട് കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ ഭക്ഷണ കാര്യങ്ങളിലോ അവരുടെ വളർച്ചാക്രമത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അത് മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ദുരന്തങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാതിരിക്കട്ടെ. താങ്ക് യു.